കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഇപ്പോൾ സൂക്ഷിച്ച കർത്താവിൻ്റെ ദാസൻ മുമ്പിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തുള്ള സ്നേഹവന്ദനം പറയുന്നു. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, സ്വന്തമല്ലാത്തൊരു ശക്തി ദൈവം നമുക്ക് ദാനം തരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം സർവശക്തനാണ്. ബലഹീനയിൽ ഇരിക്കുന്നവർക്ക് ബലം പകരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ശക്തി ദൈവം നമുക്ക് തന്നിരിക്കുക, അത് ദാനമാണെന്ന് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് യാചിക്കുന്നവർക്ക് ധാരാളമായി ദൈവം കൊടുക്കും. അതൊരു ആത്മദാഹം നമുക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ആത്മദാഹമുണ്ടെങ്കിലേ ദൈവമക്കൾക്ക് ആത്മീയരായി ജീവിക്കാൻ പറ്റുള്ളൂ. ആത്മീയമെന്നും ആത്മീയമായ ദൈവമക്കളെ, ദൈവസഭ ആത്മീയമാണ്, അല്ലാതെ ഭൗതികമൊന്നുമല്ല, ആത്മീയമാണ്. പ്രൈസ് ദി ലോർഡ്. എങ്കിലും ഈ അത്യന്ത ശക്തി നമ്മുടെ സ്വന്തം എന്നല്ല. അങ്ങനെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമായത്. ഇത് ദൈവമക്കൾ പ്രാപിച്ചെടുക്കണം. ചെറിയ പ്രായം മുതലേ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യണം? അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മനസ്സ് ഡൈവേർട്ട് ചെയ്ത് ലോകത്തിലേക്ക് പോകാതിരിക്കാൻ ഞാൻ എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ഈ ലോകത്തിന് അരുവരാകാൻ അല്ല ദൈവമക്കളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പ്രതിമ പോലെ നമ്മളെ ആക്കി വച്ചിരിക്കുന്നത്. നമ്മെ വായിക്കുന്ന ക്രിസ്തുവിൻ്റെ പത്രങ്ങളായിരിക്കണമെന്ന. പ്രൈസ് ദി ലോർഡ്. ജഡത്തിൽ പാർക്കുന്നുണ്ട്, കുറവുകളൊക്കെ വന്നെന്നിരിക്കാം. അതും ദൈവമായിട്ട് എന്ത് ചെയ്യണം? പ്രൈസ് ദി ലോർഡ്. ഇടപെടണം. ദൈവമായിട്ട് എന്ത് ചെയ്യണം? ഇടപെടണം. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു അനുഭവസ്ഥനാണ്. പെന്തക്കോസ്ത് എന്ന് പറയുന്ന അനുഭവമാണ്. അനുഭവമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതം തുടക്കം മുതലേ ഞാൻ അനുഭവത്തിലാണ് വരുന്നത്. കഷ്ടതയുടെ പ്രതികൂലങ്ങൾ അനവധി എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ എൻ്റെ ശരീരത്തിൽ മരിച്ചു പോകേണ്ട സ്ഥാനത്ത് ഞാൻ അനുഭവിച്ച വേദന ഞാൻ മാത്രമേ അനുഭവിച്ചുള്ളൂ. അനുഭവിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിപ്പാൻ പറ്റുള്ളൂ. അമ്മയുടെ ഉദരം മുതൽ ഇന്ന് വരെ എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അനുഭവിച്ചോ? അനുഭവമുള്ളവരുടെ നാക്ക് ചലിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ മിടുക്കല്ല നമ്മൾ ഇരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അവൻ ജീവനും കൃപയും നമുക്ക് തന്നതുകൊണ്ട്, അവൻ്റെ കടാക്ഷമുള്ളത് കൊണ്ടാണ് നമ്മുടെ ശ്വാസത്തെ പരിപാലിക്കുന്നത്. ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ്, സ്വന്തമായ ഒരു ശക്തിയല്ല, ദൈവം നമുക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായി വരെ തന്നിരിക്കുന്ന. പുതിയ നിയമത്തിൽ ഒത്തിരി മുഴുവൻ ശുശ്രൂഷകന്മാരാ, രാജകീയ പുരോഹിത വർഗമാണ്. അപ്പം നമുക്കെല്ലാവരും ശുശ്രൂഷ വെച്ചിട്ടുണ്ട്. ആ ശുശ്രൂഷ അഭിഷേകം പ്രാപിച്ചേ എന്ത് ചെയ്യുള്ളൂ? പ്രൈസ് ദി ലോർഡ് പറ്റുള്ളൂ. പായിടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. സെക്രട്ടറി ആണെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. കമ്മിറ്റി കൂടണമെങ്കിൽ അഭിഷേകം പ്രാപിക്കണം. തമ്പാരടിക്കണം, അഭിഷേകം പ്രാപിക്കണം. അങ്ങനെയാണ്. ഇപ്പം പറഞ്ഞാൽ നടക്കുകയില്ല വാസ്തേ, എന്നാൽ അങ്ങോട്ടും പോക്ക് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാ ഇവിടെ വായിക്കുന്നത്. ഇങ്ങനെയാ, ദാനം സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം അതൊരു ഭയങ്കര വിഷയമാണ്. നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് എന്ന. നമുക്ക് പണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കാനറ ബാങ്കിലും സൗത്ത് ഇന്ത്യൻ ബാങ്കിലും ഒക്കെ എന്ത് ചെയ്യും? നിക്ഷേപം ഇടും. നിന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് നിന്റെ ഹൃദയം കാണും. ഇത്ര കോടി കിടപ്പുണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഈ നിക്ഷേപം ദൈവത്തിൻ്റെ നിക്ഷേപമാണ്. ഇത് നോക്കിക്കോണേ, നമ്മൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബാങ്കായിരിക്കുന്ന കണ്ടില്ലേ? പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ബാങ്കാ അല്ല, ഇത് നിക്ഷേപമല്ലേ? അതെവിടെ ഇട്ടിരിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നിക്ഷേപിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് മൺപാത്രങ്ങൾ. അതാണ് എന്നെ ക്ലിക്ക് ചെയ്ത വിഷയം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, പെന്തക്കോസ്തുകാരായിരിക്കും ദൈവമക്കളെ, വ്യക്തിപരമായി നിങ്ങളിത് മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആഹാരം കഴിച്ചാൽ എൻ്റെ ഭാര്യയുടെ വയറ് നിറയില്ല. ഈ രക്ഷയും വിശ്വാസവും ഒക്കെ വ്യക്തിപരമാണ്. പ്രൈസ് ദി ലോർഡ്.
അപ്പം പാസ്റ്റാന്ന് പറഞ്ഞ് മക്കൾ പോകണമെന്നില്ല. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന എന്താ അറിയാമോ? പ്രാർത്ഥന റേഞ്ചിൽ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഉണ്ടല്ലോ, റേഞ്ച് പോയാൽ പോയി, തലമുറ പോയി. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തിൽ വളരെ പ്രൈസ് ദി ലോർഡ് തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആത്മരക്ഷ വേണോ? ആത്മരക്ഷ എങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? സത്യമുള്ള ശക്തിയുള്ള ദൈവവചനം നിന്റെ അകത്തെന്ത് ചെയ്യണം? നടണം. അകത്ത് നടണമെന്ന്, ഹൃദയത്തിൽ നടണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും വന്ന് കേട്ടൊക്കെ പോയി. എന്നാലും ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. കരുണ കൊണ്ടാണ് നിൽക്കുന്നത്. അതെങ്കിലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കണ്ടേ. ഇത് മൺപാത്രത്തിലാണെന്ന്. മൺപാത്രം അത് ഷോക്കേസിൽ വെച്ചിരിക്കുന്ന വില കൂടിയ വിദേശത്തു നിന്നുണ്ട് കൊണ്ടുവന്ന പാത്രത്തിലല്ലെന്നേ, അത് വില കൂടിയതാ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് അതാണ്ട് ഇച്ചിരി പണമുള്ള പാത്രം എന്ന് പറഞ്ഞാൽ ഷോക്കേസിൽ ഇരിക്കുന്ന പോലെ ഇരിക്കത്തേ ഉള്ളൂ. എന്നോട് പിണങ്ങരുത്, പിണങ്ങിയാലും കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. വില കൂടിയ പാത്രമാ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് വില കൂടിയ പാത്രമല്ല, വെറും മൺപാത്രമാ. ഈ മൺപാത്രമാണല്ലോ നമ്മൾ. നമുക്കൊരു വിലയുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു വിലയുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമ്മെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് ലോകം മുഴുവൻ നേടിയാലും കിട്ടാത്ത ഒരു വിലയാ. സ്തോത്രം. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കണ്ട് ആ വില ഈ മൺപാത്രത്തെ അങ്ങനെ വാങ്ങിച്ചെങ്കിൽ ദൈവമക്കളെ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്ക. സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ഇരുന്നാ പോരാ. വില മനസ്സിലായോ? ഇതൊരു വിലയുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ ഇത്രത്തോളം ധൈര്യത്തോടെ പറയുന്നത് നിങ്ങളെപ്പോലൊരു മനുഷ്യനല്ല ഞാൻ. എൻ്റെ ശരീരം മുഴുവൻ കീറി മുറിച്ച് വച്ചിരിക്കുന്നതാ. എൻ്റെ തുടയിൽ, വലത്തെ തുടയിൽ തൊട്ടാൽ അറിയത്തില്ല, സെൻസേഷൻ ഇല്ല. 10 പ്രാവശ്യം തോലെടുത്തതാ. അതേ തുടയിൽ നിന്ന് അവർ ടെൻഡൻ എടുത്തു. അവിടെ ഇപ്പോൾ എയർ ചുമ്മാ സ്പേസായി കിടക്കുക. അതുപോലെ തന്നെ അബ്ഡോമിനൽ ഫ്ലാപ്പ് എടുത്തു. ആ ഫ്ലാപ്പ് ഇന്നൊരു പാത്തി പോലെ കിടക്കുക. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനൊരു ശരീരത്തിൽ ഈ ശക്തി, പ്രൈസ് ദി ലോർഡ്, ഇതെന്റെ ശക്തിയല്ല, ദൈവത്തിന്റെ ദാനമെന്ന ശക്തി. പ്രൈസ് ദി ലോർഡ്. ആ വില മനസ്സിലാക്കിയാ ഞാൻ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ രോഗമില്ലാഞ്ഞിട്ടല്ല ഇദ്ദേഹം, പ്രൈസ് ദി ലോർഡ്, ഷുഗർ കൊണ്ട് വീണെന്ന് പറഞ്ഞു. 560 വന്നിട്ട് വീണില്ല. 3 IPS ഒഴിച്ചിട്ട് വരുന്നോ. പ്രൈസ് ദി ലോർഡ്. കൈക്കൊരു പരിപ്പ് തോന്നി നോക്കിയപ്പോൾ 560. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശ്രദ്ധിക്കണമേ. കഴിഞ്ഞ ദിവസം കാഞ്ഞിരപ്പള്ളി എന്ന ദേശത്ത് ഭയങ്കര കുത്തുമഴയത്ത് സ്കൂട്ടർ ഓടിച്ചു പോയി. അവിടെ 2 സെക്ഷൻ ശുശ്രൂഷിച്ചിട്ട് രാത്രി 9:45 കയറിയ ഞാൻ 11 ഇവിടെ വന്നു. ഞാനിതിലെ പോകുമ്പം ഞാൻ നോക്കി, മേളിൽ ലൈറ്റൊക്കെ ഉണ്ട്. സ്തോത്രം. ഭയങ്കര മഴയത്ത്. അത് കാല് വയ്യ കൈ വയ്യ എന്നുള്ളതല്ല, എനിക്കൊരു പവറുണ്ട്. എൻ്റെ കൈകാലില്ലാത്ത ശരീരമാണെങ്കിലും ഈ ശരീരത്തിനൊരു വിലയുണ്ടെന്നേ. ആ വില നന്നായി മനസ്സിലാക്കിയിട്ടായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അടുത്ത ദിവസങ്ങളാകുമ്പോൾ ഇനി 70ലേക്ക് കയറുക. പ്രൈസ് ദി ലോർഡ്. പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണക്കുകൂട്ടി 43ാമത്തെ വർഷത്തിലായി വികലാംഗനായിട്ട്. നല്ല പ്രായത്തിൽ എന്നെ ദൈവം അടിച്ചു. പ്രൈസ് ഗോഡ്. അവൻ സ്നേഹിക്കുന്നതുകൊണ്ട് ശിക്ഷിച്ചതാ. അവന് പ്രിയമുള്ളവരെ അവൻ ശിക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ മനസ്സിലാക്കണമേ, ഈ അത്യന്ത ശക്തി എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഈ ശക്തി വരുമ്പോഴാണ് ഈ ശുശ്രൂഷയൊക്കെ കയറി വരുന്നത്. മനസ്സിലായോ? ഈ ശക്തി പിടിച്ചാൽ നിൽക്കുന്നതല്ല. ഈ മണ്ണിനൊരു വിലയുണ്ട്. സ്നാനപ്പെട്ടതും അതുപോലെ തന്നെ അഭിഷേകം പ്രാപിച്ചവരും, അഭിഷേകം പ്രാപിച്ചവരെ ശക്തി പുതുക്കാൻ പ്രാർത്ഥിക്കണം. ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് വാങ്ങിക്കണം.
അത് വളരെ ശക്തിയോടെ വാങ്ങിച്ചേ പറ്റുള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ഈ ദിവസങ്ങളിൽ അഭിഷേകമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ ശക്തി അത്യന്ത ശക്തിയാണ്. ഈ കൂടാരം പൊട്ടിപ്പോകേണ്ടതാ മണ്ണാണെങ്കിൽ. പക്ഷേ പൊട്ടാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഇതിന് വില കൊടുത്തവനാണ് ഇതിനകത്തിരിക്കുന്നത്. മഹത്വത്തിൻ്റെ രാജാവ് അകത്തിരിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയാണ് അകത്തിരിക്കുന്നത്. ഈ അത്യന്ത ശക്തിയും കൂടെ ഇരുന്നാലോ ആള് മാറും. പ്രൈസ് ദി ലോർഡ്. ഇത് അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അനുഭവിക്കുന്നവർക്കേ മനസ്സിലാകുള്ളൂ. ഞാനിതിനെക്കുറിച്ച് വളരെ ചിന്തിച്ചു. ഷോക്കേസിലിരിക്കുന്ന വലിയ പാത്രമാണെങ്കിൽ പറ്റുമോ? ഇല്ല. അതിനേക്കാളും വിലയുള്ളതാണ് നീ മണ്ണിന്. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം. ഇത് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഉറക്കെന്ന് പറയുമ്പോൾ ആ ശക്തിയിൽ കേടി വരുന്ന ഒരു അന്യഭാഷയിൽ ആരാധിക്കുമ്പോൾ നിന്റെ രോഗശക്തി അവിടെ നിൽക്കും. ഈ മൺകൂടാരത്തിൽ വരികയില്ല. ദൈവത്തിൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് ഇരിക്കാനുള്ള മന്ദിരമാണ് നിന്റെ ശരീരമെന്നും നിന്നെ വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാൽ നീ താന്താങ്ങൾക്കുള്ളവരല്ല. ഈ ശരീരം കൊണ്ട് ദൈവത്തെ ആരാധിപ്പാരാ. ആത്മാവിലെ സത്യത്തിനും ആ ദൈവമക്കൾ ആരാധിക്കേണ്ടത്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? ഇതൊന്ന് ഏറ്റെടുത്തെന്ന് ആരാധിക്കാമോ? ഇത് കേട്ടുകൊണ്ട് മുട്ടുമടക്കി എന്ന് കരയാമോ? നിന്റെ വില നമുക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അത്ര വിലയുള്ളതാണ് ഈ വിലയുള്ള ദൈവമക്കളുടെ വിലയില്ലാത്ത ഇരിപ്പ് സഭയിൽ ഇരിക്കുന്ന കാണുമ്പോഴാണ് പിശാച് തോളെ കയറും, തല തവലയാക്കും, അലക്ഷ്യമായി പോകും, കോൺസെൻട്രേഷൻ പോകും, ഏകാഗ്രത പോകും. മനസ്സിലായോ? ഇതൊക്കെ വളരെ സത്യത്തോടെ ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ്. സമയം തീരുകയാ. നിങ്ങൾ ഓർക്കണമേ, ഈ ശക്തി നമ്മുടെ പ്രൈസ് ദി ലോർഡ് മൺകൂടാരത്തിലാണ്. ദൈവത്തിൻ്റെ ദാനമാകുന്ന പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ഈ ശരീരം വിലയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല. എന്തിനാ? ഈ ശരീരം കൊണ്ട് ആരാധിക്കാനാ. വന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ ആരാധന വെളിപ്പെടുമോ? ഈ ശരീരത്തിൽ ആത്മാവിൻ്റെ ശക്തി ഇല്ലെങ്കിൽ ഈ ശരീരം രോഗത്താൽ വളരെ ഭാരപ്പെടും. അല്ല, മനസ്സിലായോ? പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമത്തിൽ രോഗമല്ല വലുത്, രോഗം ശീലിച്ചവനാ വലുത്. അവൻ്റെ അടിപ്പണ നമുക്ക് സൗഖ്യം തന്നിരിക്കുക. അവൻ്റെ വചനമയച്ച് നമ്മെ സൗഖ്യമാക്കുന്നു. അവനെ കുഴികളിൽ നിന്ന് നിന്നെ വിടുവിക്കും. നിന്നെ കുഴിക്കകത്താൻ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് അതിൽ നിന്ന് കര കയറ്റുന്നത് സ്വർഗത്തിൻ്റെ ദൈവത്തിൻ്റെ വചനമാ. ഹല്ലേലൂയ. ഇന്ന് ഈ ഒറ്റക്കാലനെ കരകയറ്റി നടത്തുന്നത് വചനമാ. പ്രൈസ് ദി ലോർഡ്. അനേക ഉന്നതന്മാരുടെ നടുവിൽ, വിദ്യാസമ്പന്നന്മാരുടെ നടുവിൽ, ഏറ്റവും പാവപ്പെട്ടവരുടെ നടുവിൽ ഇന്നും നിർത്തുന്ന ദൈവത്തിൻ്റെ കൃപയാണ്. അല്ലേ, മനസ്സിലായോ? കഴിഞ്ഞ ഞായറാഴ്ച ഇതുപോലെ കർത്താവിൻ്റെ ദാസൻ്റെ ഒരു വിശ്വാസിയുണ്ട്. അവർ കർത്താവിൻ്റെ വേലയിൽ അവരുടെ ചർച്ചിലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു പ്രാവശ്യം പോയതേ ഉള്ളൂ. വീണ്ടും ഒരു 2 ദിവസം വിളിച്ചു. വീണ്ടും അവർ പ്രൈസ് ദി ലോർഡ് പലരും വിളിക്കുന്നുണ്ട് വരണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഗുണമല്ല, ആത്മാവിൻ്റെ ശക്തിയാണ് നിന്റെ ശ്രുതി ദേശത്തറിയുന്നത്. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ദേശം അറിഞ്ഞു. ദൈവമേ, നിന്റെ പേര് ഈ വാൾ പോസ്റ്റിൽ കാണിച്ചും ഇങ്ങനെ മൈക്ക് പിടിച്ചും എല്ലാവരെയും അറിയിക്കാനല്ല. ആത്മാവിൻ്റെ ശക്തിയുണ്ടോ? ദൈവം നിന്റെ ശ്രുതി. അനേക രാജ്യങ്ങളിൽ പ്രൈസ് ദി ലോർഡ് ഈ എളിയവനെ അറിയും. എനിക്കൊന്നും ഗമയില്ല, ഇരുന്ന് കരയും. പ്രൈസ് ദി ലോർഡ്. ഈ ഒറ്റക്കാലിനെ ഇത്രത്തോളം നടത്തിയ ദൈവമേ, പുറത്തെ മനുഷ്യൻ ക്ഷീണിച്ചെങ്കിലും അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. ദൈവമക്കൾ ഇത് ഗ്രഹിക്കണം. ഒരു സാക്ഷ്യം കൂടെ ഇത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ മൺപാത്രത്തിൽ നമുക്ക് പകർന്നു തന്നിരിക്കുക. നമ്മുടെ ശരീരം എന്താണെന്ന് ആദ്യം പഠിച്ചോണം.
പ്രൈസ് ദി ലോർഡ്, വിലയുള്ളതാ. ഈ രക്തത്തിൽ 2 ഘടകമുണ്ട്. ഒന്ന് നിർദോഷം, 2 നിഷ്കളങ്കം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന വിശ്വാസിക്കും അടുത്തിരിക്കുന്ന പാത്രയ്ക്കും നീ ദോഷം ചെയ്തിട്ട്, ദോഷം പറഞ്ഞിട്ട് പാര വെച്ചിട്ട് ഇരിക്കരുത്. കള്ളവും കള്ളത്തരവും പറഞ്ഞിട്ട് യേശുവിൻ്റെ രക്തം പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ നീ മലിനപ്പെടുത്തുകയാ. ഇങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു കാര്യം ഓർത്തു കളയണം. രോഗമെന്ന ചവറിടാനുള്ള ചവറ്റുകൊട്ടയല്ല കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ച ശരീരം. ഇന്ന് പകൽക്കാലം ബലപ്പെടാൻ കഴിയുന്നവർക്ക് ബലപ്പെടാം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായതുകൊണ്ട് രോഗമെന്ന ചവറിടാനുള്ള ചവറ്റുകൊട്ടയല്ല നിന്റെ ശരീരം. അകത്ത് അഭിഷേകത്തിൻ്റെ ശക്തി വ്യാപരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഈ ശക്തി പ്രൈസ് ദി ലോർഡ് വിശ്വസിക്കുന്നവർ വ്യാപരിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, അത് ഉയർത്തെഴുന്നേറ്റ യേശുവിന്റെ ശക്തിയാ. നിന്നെ മരണത്തിനകത്തുനിന്ന് ഉയർപ്പിക്കുന്ന ശക്തിയാ. നിന്റെ കാലിനൊരു അധികാരം തരുന്ന ശക്തിയായത്. അവന്റെ ശരീരമാകുന്ന സഭയ്ക്ക് നിറവ് ആ കൃപ കൊടുക്കുന്നത്. ദൈവമേ, നീ ദൈവത്തിന്റെ കാലാണെന്ന് ചിന്തിക്ക. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെ ചവിട്ടുവാൻ അധികാരം നിനക്ക് തരും. പ്രൈസ് ദി ലോർഡ്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ വന്ന് സാത്താനെ നിന്റെ കാൽച്ചുകൊണ്ട് ചതച്ചു കളയും. അതുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, മോൻ പറഞ്ഞതുപോലെ ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിനും ശക്തിപ്പെട്ട് പിശാചിന്റെ തന്ത്രങ്ങൾ തീർക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ശക്തി ഉണ്ടെങ്കിലേ പിശാചിന് തന്ത്രമുണ്ട്, മന്ത്രമുണ്ട്. അവനോട് എതിർക്കാൻ പ്രൈസ് ദി ലോർഡ് ഒന്ന് വിശ്വാസം, ഒന്ന് പരിചയം, വചനമെന്ന ആത്മാവിന്റെ വാളും ദൈവമക്കൾ എന്ത് ചെയ്യണം? കരങ്ങൾ എടുക്കണം. പടയാളികളല്ല, മണിവാട്ടി ചമഞ്ഞിരിക്കാനല്ല. മണവാട്ടിക്ക് ദൈവ സ്വർഗത്തിൽ ആത്മീയ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. നീ ആത്മാവിൽ പ്രാർത്ഥിക്കരുത്, ആത്മനിയോഗത്തോടെ ദൈവസേന വരരുത്, വചനം വായിക്കരുത് എന്ന് പറഞ്ഞ് തകർക്കാൻ നോക്കുന്ന പിശാചിന്റെ മേൽ ഒരു ആത്മനിയോഗത്തോടെ ദൈവസേന വരാൻ ദൈവം ഇടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസം എന്ന പരിചയ പിടിച്ചോ, വചനമെന്ന ആത്മാവിന്റെ വാളെടുക്ക്, ആത്മാവിൽ പ്രാർത്ഥിക്ക. നിനക്കെതിരായി, നിന്റെ ആത്മമണ്ഡലത്തിനെതിരായി, ആത്മീയമായ മുന്നേറ്റത്തിനെതിരായി, കുടുംബത്തിനെതിരായി തന്ത്രങ്ങളും മന്ത്രങ്ങളും, ആയുധമില്ല. അവനിപ്പം വായാണ്, തന്ത്രവും മന്ത്രവും. അതിനെ തകർക്കുന്ന അഭിഷേകത്തോടെ നിൽക്കാൻ ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ടെങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഈ മൺപാത്രത്തിന് അത്രയാകുന്നത്. ദൈവമക്കളെ, അതിനായി നമുക്കൊരുങ്ങാം, കർത്താവിന് വേണ്ടി നിൽക്കാം.